ആഗോളതലത്തിൽ ഇന്ധന വിതരണ ശൃംഖലയുടെ നാടിമിടിപ്പായ പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആഘാതം കേരളത്തിലെ അടുക്കളകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തി നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗ്യാസ് കപ്പലുകളുടെ നീക്കം തടസ്സപ്പെട്ടതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത പാചകവാതക ക്ഷാമത്തിലേക്ക് നീങ്ങി. ഈ അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് LPG വിതരണത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ ഉത്തരവും ഇവർ പുറത്തിറക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഇന്ത്യയുടെ പാചകവാതക ആവശ്യത്തിന് വലിയൊരു ഭാഗം ഇറക്കുമതിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ഗ്യാസ് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിതരണം നിലച്ചു. കപ്പലുകൾക്ക് ഇൻഷുറൻസ് ലഭിക്കാത്തതും കടൽമാർഗമുള്ള യാത്രാ തടസ്സങ്ങളും ഇന്ത്യയിലെ LPG സ്റ്റോക്കിനെ ബാധിച്ചു. വരും മാസങ്ങളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാലാണ് മുൻകൂട്ടിയുള്ള ഈ നിയന്ത്രണം. പുതിയ ഉത്തരവ് പ്രകാരം ഏറ്റവും വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വാണിജ്യ സിലിണ്ടറുകൾക്കാണ്. ഇത് ഹോട്ടൽ ഭക്ഷണ വല്ലാതെ ഉലയ്ക്കും. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, വലിയ ക്യാന്റീനുകൾ, ബേക്കറികൾ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ എന്നിവയ്ക്ക് നൽകിയിരിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണത്തിൽ 60% കുറവ് വരുത്തിയിട്ടുണ്ട്. അതായത് മുൻപ് ലഭിക്കുന്നതിന്റെ 40% മാത്രമേ ഇനി ഈ സ്ഥാപനങ്ങൾക്ക് ലഭിക്കൂ. ഇത് ഹോട്ടൽ വ്യവസായത്തെ നിശ്ചലമാക്കാനും സാധ്യതയുണ്ട്. മരുന്ന് നിർമ്മാണ കമ്പനികൾ, മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾ, റെയിൽവേ, എയർലൈൻ, കാറ്ററിംഗ് തുടങ്ങിയ നിർണായകമായ മേഖലകൾക്ക് ആവശ്യത്തിന്റെ 70% സിലിണ്ടറുകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചു. ഈ മേഖലയിലെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടാലും ആവശ്യ സേവനങ്ങൾ നിലയ്ക്കരുതെന്ന ലക്ഷ്യത്തോടെയാണിത്. സാധാരണക്കാരുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും നേരിട്ട് ബാധിക്കുന്ന മേഖലകളെ സർക്കാർ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വിഭാഗങ്ങൾക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകും. ആശുപത്രികൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവയ്ക്ക് ആവശ്യമായ ഗ്യാസ് സിലിണ്ടറുകൾ തടസ്സമില്ലാതെ ലഭ്യമാകും. കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയും ആശുപത്രികളിലെ രോഗികൾക്കുള്ള ഭക്ഷണവും മുടങ്ങില്ലെന്ന് ഇതിലൂടെ സർക്കാർ ഉറപ്പാക്കുന്നു. വൃദ്ധസദനങ്ങൾ, ശ്മശാനങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവയ്ക്കും മുൻഗണനയുണ്ട്. കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്ന സുഭിക്ഷ ഹോട്ടലുകളെയും ജനകീയ നിയന്ത്രണങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണ ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കും. ഗാർഹിക സിലിണ്ടറുകളുടെ കാര്യത്തിൽ നിലവിൽ കടുത്ത റേഷനിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഉപഭോഗം കുറയ്ക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബുക്കിംഗുകൾക്കിടയിൽ സമയപരിധി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ദുരുപയോഗം തടയാൻ കർശന പരിശോധനകൾ നടത്തും. ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പിടിക്കപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ചില ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ സിറ്റി ഗ്യാസ് സൗകര്യമുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ വാണിജ്യ ഉപഭോക്താക്കൾ സിലിണ്ടറുകളെ ആശ്രയിക്കുന്നത് നിർത്തി ഉടൻ തന്നെ പൈപ്പ് കണക്ഷനിലേക്ക് മാറണം. ഇതിനായി അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഗ്യാസ് വിതരണത്തിലെ സുതാര്യത ഉറപ്പാക്കാൻ പുതിയ വെബ് പോർട്ടൽ സർക്കാർ സജ്ജമാക്കി. സിലിണ്ടറുകൾക്കായി കാത്തിരിക്കുന്നവർക്കും അടിയന്തരമായി സിലിണ്ടർ ആവശ്യമുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്കും ഈ പോർട്ടൽ വഴി അപേക്ഷിക്കാം. ഏജൻസികളിലെ സ്റ്റോക്ക് വിവരണം ഇതിലൂടെ അറിയാൻ സാധിക്കും. ഈ നിയന്ത്രണം കേരളത്തിലെ വിപണിയെ വല്ലാതെ ബാധിക്കും. ഹോട്ടലുകൾക്ക് ഗ്യാസ് കുറയുന്നതോടെ ഭക്ഷണ സാധനങ്ങളുടെ വില ഉയരാനും സാധ്യതയുണ്ട്. പല ഹോട്ടലുകളും വിറകടുപ്പുകളിലേക്കോ ഇലക്ട്രിക് കുക്കിംഗിലേക്കോ മാറാൻ നിർബന്ധിതരാകും. ഇത് അവരുടെ ചെലവ് വർദ്ധിപ്പിക്കും. ചെറുകിട ഹോട്ടലുകളും തട്ടുകടകളും ഗ്യാസ് ക്ഷാമം മൂലം അടച്ചുപൂട്ടേണ്ടി വന്നാൽ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും. ഗതാഗത ചെലവ് കൂടിയതോടെ പാചകവാതകത്തിന്റെ വിലയിലും നേരിയ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്യാസ് ഏജൻസികളെ നേരിട്ട് പരിശോധനകൾ നടത്തും. പൂഴ്ത്തിവെപ്പ് തടയുകയാണ് പ്രധാന ലക്ഷ്യം. ഓരോ സിലിണ്ടറിന്റെ വിതരണം നിരീക്ഷിക്കാൻ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സമിതികൾ രൂപീകരിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം എത്രനാൾ നീണ്ടു നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ തീരുമാനങ്ങൾ. റഷ്യയിൽ നിന്നോ മറ്റ് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നോ കൂടുതൽ LPG എത്തിക്കാൻ കേന്ദ്ര സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ ഉപഭോഗത്തിൽ വലിയൊരു പങ്കും പാചകവാതകമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ഒരു ആഗോള പ്രശ്നമാണെങ്കിലും അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നാം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നിയന്ത്രണങ്ങളോട് സഹകരിക്കുക എന്നതല്ലാതെ നിലവിൽ മറ്റു മാർഗങ്ങളില്ല. ഈ ഘട്ടത്തിൽ ഊർജ്ജ സംരക്ഷണത്തിന് മുൻഗണന നൽകുകയും പരമാവധി പാചകവാതകം ലഭിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. സർക്കാർ ഏർപ്പെടുത്തിയ മുൻഗണനാ ക്രമീകരണങ്ങൾ പാവപ്പെട്ടവർക്കും രോഗികൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും.